പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. സുനിഷയുണ്ട്. സുനിഷ, ഇപ്പോൾ പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. റോഡ് ഷോയ്ക്ക് തുടക്കമാവുകയാണോ? അരുണിത, അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള വിമാനത്താവളത്തിലേക്ക് ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയത്. ഇത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ശംഖുമുഖത്ത് ഈ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും നേരെ ആദ്യ പരിപാടിയായ പുത്തരിക്കണ്ടം മൈതാനത്തേക്കാണ് പ്രധാനമന്ത്രിയുടെ വാഹനം എത്തുക എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് പരിപാടികളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും വികസന രേഖയെക്കുറിച്ച് പറയുന്നതും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ചാക്ക വഴി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെച്ചായിരിക്കും ഒരുപക്ഷെ പുത്തരിക്കണ്ടത്തേക്ക് തമ്പാനൂർ ഭാഗത്ത് വെച്ചായിരിക്കും റോഡ് ഷോ ആയി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോവുക. ഇവിടെ മറ്റ് സജ്ജീകരണങ്ങളും തന്നെ ഒരുക്കിയിട്ടില്ല. സുനിഷ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നു. ക്ലോസ് ഫ്രെയിമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അല്പസമയത്തിനുള്ളിൽ റോഡ് ഷോ ആരംഭിക്കും. വമ്പൻ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയാണ് തലസ്ഥാന നഗരം. ഇപ്പോൾ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം സഞ്ചരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും ക്ലോസ് ഫ്രെയിമുകളാണ്. മന്ത്രിമാരുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, സുരക്ഷാ വാഹനങ്ങളും പോകുന്നത് കാണാം. വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ട് പ്രവർത്തകർ. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കാം. ഇപ്പോൾ പുത്തരിക്കണ്ടം വരെ റോഡ് ഷോയാണ് ഒരുക്കിയിരിക്കുന്നത്. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ അയ്യലൂർ, ഇപ്പോൾ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ തലസ്ഥാനത്ത്. പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം തലസ്ഥാനത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് നീങ്ങുന്നതിന്റെ തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ കാഴ്ചകളാണ് കാണുന്നത്. അതിവേഗ റെയിലടക്കം വമ്പൻ പ്രഖ്യാപനങ്ങൾക്കാണ് കേരളം ഇന്ന് കാതോർത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തും. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വഴിയരികിൽ നമുക്ക് ഒന്നോ രണ്ടോ വിൻഡോകളിലായിട്ട് തന്നെ കൊടുക്കാം. വഴിയരികിൽ കാത്തു നിൽക്കുന്ന പ്രവർത്തകരുണ്ട്. വളരെ ആവേശത്തോടുകൂടി പ്രധാനമന്ത്രി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നതുണ്ട്. പ്രധാനമന്ത്രി വരുന്ന വഴിയുടെ ദൃശ്യങ്ങളാണ്. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസുകാരും വഴിയരികിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കാത്തു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിച്ചേരും. ഇതാ പ്രധാനമന്ത്രിയുടെ ക്ലോസ് ഫ്രെയിം. അവിടെ കാത്തുനിൽക്കുന്ന പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വാഹനം സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ക്ലോസ് ഫ്രെയിം പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ. തലസ്ഥാന നഗരിയിലേക്ക് കോർപ്പറേഷൻ പിടിച്ചതിന്റെ സന്തോഷത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് 27,000-ഓളം 400,000-ഓളം BJP പ്രവർത്തകരെയാണ് തലസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. റോഡ് ഷോ അല്പസമയത്തിനുള്ളിൽ നടക്കും. ഇത് ക്ലോസ് ഫ്രെയിമാണ് പ്രധാനമന്ത്രിയുടേത്. തലസ്ഥാന നഗരിയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ റോഡ് ഷോ തുടങ്ങും. സുനിഷ അയ്യലൂരുണ്ട്, ഹരിയുണ്ട്, റഹീസുണ്ട്, TV പ്രസാദ് ഉണ്ട്, ഇപ്പോൾ അരുൺ സോളമനുണ്ട്, ഷീല ഗോപാൽ സനലുണ്ട്. തത്സമയ വിവരങ്ങളുമായി റിപ്പോർട്ടർ നമുക്കൊപ്പം ചേരുന്നു. നമ്മൾ മനീഷിലേക്ക് പോകുന്നു. മനീഷ് മഹിപാൽ, പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ തമ്പാനൂർ ഓവർബ്രിഡ്ജിന് സമീപത്തേക്ക് എത്തും. അവിടെ നിന്ന് റോഡ് ഷോ ആയിട്ട് പോകുന്നു. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി വാഹനം ഇറങ്ങിയതിനു ശേഷമുള്ള ക്ലോസ് ഫ്രെയിമാണ്. പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത് കാണാം. ഇപ്പോൾ മനീഷിന്റെ ഫ്രെയിമിലേക്ക് എത്തിച്ചേരുകയാണ്. മനീഷ്, വാഹനം ഇപ്പോൾ മനീഷിന്റെ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവർത്തകരൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺകുമാർ, ഇതാ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ഓവർ ബ്രിഡ്ജിലേക്ക് എത്തും. ഇപ്പോൾ ഇതാ ഓൾ സൈൻസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇനി ചാക്കയിൽ നിന്നും പാളയത്തിൽ നിന്ന് ഇനി ഓവർ ബ്രിഡ്ജിലേക്ക് എത്തി. ഓവർ ബ്രിഡ്ജിന്റെ അവിടെ നിന്നും പുത്തരിക്കണ്ട മൈതാനത്തിലേക്കായിരിക്കും അത് റോഡ് ഷോ ആയി പോവുക. ഇവിടെ വരുന്ന വഴിയിലെല്ലാം അദ്ദേഹത്തെ കാണാൻ വലിയ നിരയിൽ ആളുകളുണ്ട്. പക്ഷേ ഇന്ന് ഈ നഗരം പോലീസിന്റെ വലയത്തിലാണ്. പോലീസിന്റെ അതിസുരക്ഷയാണ്. നമുക്ക് രാഷ്ട്രീയമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയാണ് ഈ സന്ദർശനമെന്നാണ് ഒരു രാഷ്ട്രീയ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ BJP ഒരു വമ്പൻ വരവേൽപ്പായി കാണുന്നു. അങ്ങനെ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് ഓവർ ബ്രിഡ്ജിൽ നിന്നും വലിയൊരു റോഡ് ഷോ അദ്ദേഹത്തെ അണിനിരത്താനാണ്, അദ്ദേഹത്തിനെ സ്വീകരിക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ രാജ്യത്തലകിൽ കേരളത്തിൽ ആദ്യമായ ഒരു BJPയുടെ മേയർ ഇപ്പോഴിതാ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നുവെന്ന ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. അദ്ദേഹം നേരിട്ട് വിമാനത്താവളത്തിൽ എത്തിയില്ലെങ്കിലും പുത്തരിക്കണ്ടത്ത് വെച്ച് മേയർ VV രാജേഷ് ആയിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. ഒപ്പം തന്നെ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും ഈ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പമുണ്ട്. അദ്ദേഹവും ഇവിടെ കിഴക്കേക്കോട്ട് ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തുന്നതോടെ രണ്ട് തരത്തിലുള്ള പരിപാടികളുണ്ട്. ഒന്ന്, വിവിധ തരത്തിലുള്ള റെയിൽവേ പദ്ധതികൾ, ട്രെയിനിന്റെ ഉദ്ഘാടനം, അതിനുശേഷം ടെക്നിക്കൽ ഹബിന്റെ കലീഡൽ ചടങ്ങ്,
അങ്ങനെ 2 ചടങ്ങിന് ശേഷമായിരിക്കും BJP കോർപ്പറേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള നയരേഖ ബ്ലൂ പ്രിന്റിന്റെ പ്രകാശനം നടത്തുക. അതിനുശേഷമായിരിക്കും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ. ഇതാ സിൽവർ ലൈന് ബദലായ മറ്റെന്തൊക്കെ തരത്തിലുള്ള റെയിൽവേ പദ്ധതി, അതിവേഗ റെയിൽവേ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുമോ, ഒപ്പം തന്നെ രാഷ്ട്രീയമായ എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാതോർത്തിരിക്കാം. എന്താണെങ്കിൽ ഇപ്പോഴത്തെ അല്പനിമിഷത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഓവർ ബ്രിഡ്ജിലേക്ക് എത്തും. അവിടെ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് അത് പോകുന്നത് റോഡ് ഷോ ആയിട്ടായിരിക്കും. അരുൺകുമാർ, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ ആവേശത്തോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട്. തമ്പാനൂർ ഓവർ ബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം വരെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ട്. അരുൺ സോളമൻ കൂടിയുണ്ട്. ഇത് അരുൺ സോളമന്റെ ഫ്രെയിമിലേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നത്. അരുൺ സോളമൻ, പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിച്ചേരുന്നു. ഇത് എവിടെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത്? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാക്ക ITA ജംഗ്ഷനാണ്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്നിറങ്ങിയ പ്രധാനമന്ത്രി ചാക്ക ITA ജംഗ്ഷൻ വഴി പാസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നും നേരെ എത്തുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്കാണ്. ഓവർ ബ്രിഡ്ജിൽ നിന്നാണ് നിലവിൽ 1.25 ലക്ഷത്തോളം BJP പ്രവർത്തകർ, അനുഭാവികൾ, പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന റോഡ് ഷോ അടക്കമുള്ളവ ആ ഒരു സ്വീകരണം നൽകിക്കൊണ്ടായിരിക്കും പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തുക. ഇവിടെ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സംബന്ധിച്ച് കോർപ്പറേഷൻ പിടിച്ചടക്കിയ സന്തോഷമുണ്ട്. നേരത്തെ തന്നെ 45 ദിവസത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം എങ്ങനെ മാറണം, ആ വികസിത കേരളത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള വികസന രേഖ അത് 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് പ്രകാശനം ചെയ്യുന്നുള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ് വ്യക്തമാക്കിയത്. ആ വാക്ക് BJP പാലിക്കുകയാണ്. ഇന്ന് 27ാമത്തെ ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള നരേന്ദ്രമോദി ഇപ്പോൾ തിരുവനന്തപുരം തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. തലസ്ഥാനത്ത് എത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു ഫ്ളാഗ് ഓഫ് എന്ന് പറയുന്ന 4 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ആണ്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമൃത് ഭാരത് ട്രെയിനുകൾ, അതിന് പുറമെ തൃശൂർ ഗുരുവായൂർ ട്രെയിൻ പാസഞ്ചർ കൂടിയിട്ടുള്ള ആ ട്രെയിനിന്റെ അങ്ങനെ 4 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷം ലൈഫ് സയൻസ് പാർക്കിന്റെ ടെക്നിക്കൽ ഹബിന്റെ തറക്കല്ലിടൽ കർമ്മം കൂടി നിർവഹിച്ചതിനു ശേഷം BJPയുടെ വേദിയിലേക്ക് അവിടെ നിന്ന് മാറും. BJP സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ഇന്ന് അവർ ഏറെ സ്വപ്നം കണ്ട് പിടിച്ചിറക്കിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ആ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർഡുകൾ 101 വാർഡുകളിൽ നിന്ന് ജനപ്രതിനിധികളുമായിട്ടും ജനങ്ങളുമായി സംസാരിച്ച് അവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് മേയർ VV രാജേഷ് ഈ വികസന ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ വികസന ബ്ലൂ പ്രിന്റ് സംസ്ഥാന അധ്യക്ഷന് കൈമാറിയിരുന്നു. അതായിരിക്കും ഇന്ന് ഇപ്പോൾ മോദി തലസ്ഥാനത്തെത്തുമ്പോൾ പ്രകാശനം ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ വികസനം എങ്ങനെ മാറണം എന്നതാണ്. ഏറെക്കാലമായിട്ട് തിരുവനന്തപുരം നേരിട്ടിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. തെരുവനായ പ്രശ്നമുണ്ട്, മാലിന്യ പ്രശ്നങ്ങളുണ്ട്. മാലിന്യ പ്രശ്നത്തിന് ഇൻഡോർ പദ്ധതിയാണ് മാതൃകയാക്കിക്കൊണ്ടാണ് നിലവിൽ ഈ ബ്ലൂ പ്രിന്റ് വികസന രേഖയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ രീതിയിലേക്ക് ഈ മാലിന്യ സംസ്കരണത്തെ എങ്ങനെ മാറ്റണം എന്നുള്ളത് എന്തായാലും വരുന്ന ദിവസങ്ങൾ നമുക്ക് ഈ പ്രകാശനത്തിന് ശേഷം നമുക്ക് കണ്ടറിയാൻ സാധിക്കും. അതിന് പുറമെ ഈ ഡ്രെയിനേജ് പദ്ധതികളാണ് 101 വാർഡുകളായിട്ട് സൂറത്ത് മാതൃകയിലായിരിക്കും തലസ്ഥാനത്തെ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാനുള്ള സൂറത്ത് മാതൃകയിൽ ഈ ഡ്രെയിനേജ് പദ്ധതികൾ നടപ്പിലാക്കുക. എല്ലാറ്റിലും ഉപരി തീരദേശ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഗണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം സാവധാനം തമ്പാനൂരിലേക്ക് എത്തുകയാണ്. തമ്പാനൂർ ഓവർ ബ്രിഡ്ജിൽ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങി റോഡിലൂടെ നടന്ന് റോഡ് ഷോ ആയിട്ടായിരിക്കും പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ അതല്ലെങ്കിൽ തുറന്ന വാഹനത്തിലായിരിക്കും പോവുക. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ചക്കയിൽ നിന്ന് നേരെ ഓവർ ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോകുന്നു. നമുക്കിപ്പോൾ ആദിൽ പാലോടുണ്ട്. വേദി തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. 1.25 ലക്ഷത്തോളം BJP പ്രവർത്തകരാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് ആവേശകരമായ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുന്നുണ്ട് കേരളം. അതിവേഗ റെയിൽ പ്രഖ്യാപനത്തിനാണ് പ്രധാനമായിട്ടും കാതോർക്കുന്നത്. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, പിന്നിൽ കാണാം പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. വേദിയിൽ പ്രസംഗമുണ്ട്. അതാ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരുടെ ആവേശം തിരതല്ലും. അല്പസമയത്തിനുള്ളിൽ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും. കയ്യിൽ അയ്യപ്പന്റെ ഒരു പ്ലക്കാർഡ്, മറ്റൊരു കയ്യിൽ മോദിയുടെ പ്ലക്കാർഡും പിടിച്ചാണ് ഭക്തരുടെ ഇരിപ്പല്ലേ അതിൽ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രിയെ കാണാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ, BJP പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. പുത്തരിക്കണ്ടം മൈതാനത്തിലെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കുഞ്ഞു നന്ദി മോദി എന്ന ബോർഡ് പിടിച്ചിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മോദി വെൽക്കം എന്ന ബോർഡ് കൂടി കാണാം. അരുൺ പറഞ്ഞതുപോലെ തന്നെ സ്വാമിയെ അയ്യപ്പ എന്നതടക്കമുള്ള ബോർഡുകൾ പിടിച്ചുകൊണ്ടുള്ള ഇരിപ്പാണ് പ്രവർത്തകരുടേത്. അത്യാവേശത്തിലാണ് പ്രവർത്തകർ എന്ന കാര്യത്തിൽ സംശയമില്ല. എവിടെ നിന്ന് വരുന്നതാ
പാപ്പനംകോട്. എന്താ അവസ്ഥ? എത്ര കാലമായി ബി ജെ പി പ്രവർത്തിക്കുന്നു? 15 വർഷമായി ബി ജെ പി പ്രവർത്തിക്കുന്നു. മോദി വരുന്നതിൽ വലിയ ആവേശമാണ്. വലിയ ആവശ്യത്തിലാണ്. തിരുവനന്തപുരം നഗരസഭ ബി ജെ പി കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. അതിനോടൊപ്പം 2020 NDA സഖ്യമായാലും വളരെ സന്തോഷമാണ്. എല്ലാം അച്ഛനറിയാം, കാര്യങ്ങൾ അത്ര ആവേശത്തിൽ ആണ്. എവിടെന്നാ? വട്ടിയൂർക്കാവും. എന്താ അവസ്ഥ? മോദി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. തിരുവനന്തപുരം മാറും എന്ന് തോന്നുന്നുണ്ടോ? മാറാത്തത് മാറും. വികസിത കേരളമാണ് BJPയുടെ ലക്ഷ്യം. നമ്മുടെ മേയറുടെ വാർഡായ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് ഞങ്ങൾ എത്തിയിരുന്നത്. എന്താ അവസ്ഥ? നല്ല അവസ്ഥയായിരുന്നു. മാറാത്തത് മാറും. മാറാത്തത് മാറിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ആരെ കാണാനാ വന്നതാ? അതിലാണ് ഇപ്പോൾ